ഹായ് ഹലോ വെൽക്കം ബാക്ക് ഷീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും സുഖമായിരിക്കുന്നെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാസത്തെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ജോലി എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം കാണുന്നവർ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ 1 മന്തിലേക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം മേടിച്ച് കഴിയുമ്പോൾ ഉള്ളൊരു കൺഫ്യൂഷനാണ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതല്ലേ. എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഗ്രോസറി ഐറ്റംസ് ഒക്കെ നമ്മൾ ഓരോ കുപ്പികളിലൊക്കെ ആയി അതാത് ബോട്ടിൽസിലും കാര്യങ്ങളിലും എല്ലാത്തിലൊക്കെ ഇങ്ങനെ നിറച്ച് എല്ലാം ഇങ്ങനെ അടുക്കി വെക്കുക എന്നുള്ളത്, ക്ലീൻ ചെയ്ത് ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മുളകൊക്കെ പൊടിക്കുന്നത്, മല്ലി, പെരുംജീരകം എല്ലാം തന്നെ മുഴുവനും ഇതുപോലെ മേടിച്ചിട്ട് ഒന്ന് നമ്മൾ വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയതിന് ശേഷമാണ് മില്ലിൽ കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാറ് പതിവ്. പാക്കറ്റിലുള്ളത് മേടിക്കുന്നത് വളരെ വിരളമായിട്ടേ മേടിക്കാറുള്ളൂ. വലിയ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ മേടിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തീർന്നു പോയാലോ അങ്ങനെയൊക്കെ. പക്ഷേ ഓൾമോസ്റ്റ് എപ്പോഴും പണ്ട് മുതലേ വീട്ടിൽ ഉമ്മായും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പുറത്തുനിന്ന് നമ്മൾ മുളക് ഇങ്ങനെ മേടിച്ചിട്ട് മില്ലിൽ കൊടുത്തിട്ട് പൊടിക്കാറാണ് പതിവ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും. നമ്മളിതിപ്പോൾ ബൾക്കായിട്ട് മേടിക്കുന്നതുകൊണ്ട് തന്നെ ഉണക്കാതെ നമ്മൾ പൊടിച്ചു കഴിഞ്ഞാൽ പൂത്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളിതിപ്പോൾ ടിന്നിലൊക്കെ അടച്ച് വെക്കുന്ന ടൈമിലില്ലേ, അതുകൊണ്ട് തന്നെ ഒന്ന് ഉണക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കുക കേട്ടോ. അപ്പോൾ മുളകും മല്ലിയൊക്കെ ഒരു ഭാഗത്ത് ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്റ്റെപ്പെന്ന് ഓരോന്നായിട്ട് നമുക്ക് ഓരോ ഇതിലായിട്ട് ആക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ എടുത്ത് വെക്കുന്നത് ഇങ്ങനത്തെ ഒരു റാക്കിലാണ്. അപ്പോൾ പഴയ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളിയുടേതൊക്കെ ഉള്ളതൊക്കെ മാറ്റി പുതിയൊരു ന്യൂസ് പേപ്പേഴ്സൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് പുതിയ സവാളയും ചെറിയ ഉള്ളിയൊക്കെ മേടിച്ചിട്ടുള്ളതൊക്കെ ഞാൻ അതിലോട്ട് തട്ടിയിടുന്നുണ്ട്. മന്ത്ലി എപ്പോഴും ആ ഒരു റാക്കും കാര്യം നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ എപ്പോഴും പുതുമയോടെ നമുക്ക് വയ്ക്കാനായിട്ട് പുതിയതുപോലെ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ ഓയിൽ ഇതുപോലെ ഒഴിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു ബോട്ടിലിൽ സാദാ ഓയിലും ഒരു ബോട്ടിലിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് വയ്ക്കുന്നത്. നേരത്തെ ഞാൻ ഗ്ലാസിൻ്റെ ഓയിൽ ബോട്ടിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു ഓയിൽ ബോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണിത്. നമ്മൾ മീഷോന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള ഓയിൽ ബോട്ടിലാണ് കേട്ടോ. അടുത്ത് നമ്മൾ ഉഴുന്ന് പരിപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇതുപോലത്തെ ബോട്ടിൽസിലൊക്കെയാണ്, കണ്ടെയ്നറിലൊക്കെയാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ബോട്ടിൽസിലൊക്കെ വയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ നിറച്ചിങ്ങനെ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് വയ്ക്കുമ്പോൾ തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പല നിറത്തിലുള്ളതൊക്കെ ഇങ്ങനെ ബോട്ടിലിൽ ഇങ്ങനെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നമ്മൾ അടുക്കി പിറക്കിയൊക്കെ വയ്ക്കുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റിലൊക്കെ മേടിക്കുന്ന കുറേ ഐറ്റംസ് ഒക്കെ കാണുമല്ലോ, നമ്മൾ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാത്തത്. ഇതുപോലത്തെ ഒരു സ്റ്റോറേജ് ഒരു റാക്കിലാണ് എടുത്തു വയ്ക്കുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞു ബോട്ടിൽ ഇതുപോലെ കറുവാപ്പട്ട, കടുക്, ജീരകം ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു ബോട്ടിലൊക്കെയാണ് ഇട്ട് വയ്ക്കാറുള്ളത്. എപ്പോഴും ചെറിയ ഐറ്റംസൊക്കെ നമ്മൾ എപ്പോഴും എടുക്കുന്നതൊക്കെ ഇതുപോലെ ചെറിയ ബോട്ടിലാക്കി വയ്ക്കുന്നതായിരിക്കും നമുക്ക് എളുപ്പം. കുക്കിംഗ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും നമുക്ക് എടുക്കാനും അത് തിരിച്ച് വയ്ക്കാനൊക്കെ ചെറിയ ബോട്ടിലിൽ നമുക്ക് ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഇട്ട് വയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. എപ്പോഴും ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന ആ ഒരു പരിസരത്ത് തന്നെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമുക്ക് കുക്കിംഗ് ചെയ്യുന്ന ടൈമിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും. നമുക്ക് ടൈം ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന ടൈമിൽ നമുക്കറിയാമല്ലോ നമ്മളുടെ ആ ഒരു മാനസികാവസ്ഥയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സാധനങ്ങളും മസാല ഐറ്റംസൊക്കെ നമ്മുടെ ആ ഒരു കിച്ചൻ്റെ ആ ഒരു അടുപ്പിനടുത്തായിട്ട് തന്നെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് കുക്ക് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. മുളക് പൊടിയൊക്കെ ഇതുപോലത്തെ ഞാൻ ഭരണിയിലാണ് ഇട്ട് വയ്ക്കാറുള്ളത്. പിന്നെ ബാക്കി വരുന്നത് വലിയൊരു ടിന്നിൽ മാറ്റി വയ്ക്കാറുണ്ട്. ബാക്കിയുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ എല്ലാം തന്നെ. പിന്നെ ഉപ്പ്, പുളി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇതുപോലത്തെ ഭരണികളിലാണ് ഇട്ട് വയ്ക്കുന്നത്.
അടുത്തതായിട്ട് പഞ്ചസാരയും തേയിലപ്പൊടിയൊക്കെയാണ്. പഞ്ചസാരയും തേയിലപ്പൊടിയും ഇതുപോലെ എനിക്ക് എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതൊക്കെയും പിന്നെ കളർഫുള്ളായിട്ടുള്ളതിനോടൊക്കെ ഭയങ്കര ഒരു ക്രേസ് ഉള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ കിച്ചണിലൊക്കെ എനിക്ക് എപ്പോഴും കിച്ചൻ്റെ തീമിലുള്ള ബോട്ടിൽസൊക്കെ ഞാൻ മാക്സിമം നോക്കി കളറൊക്കെ സെലക്ട് ചെയ്ത് മേടിക്കാറുണ്ട്. അപ്പോൾ കിച്ചൻ്റെ ആ ഒരു കബോർഡിൻ്റെ കളറും ഇവിടെയുള്ള ബോട്ടിൽസിൻ്റെ കളറൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്കൊരു ഇത് തോന്നും ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഐറ്റംസൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കിച്ചണിലൊരു പോസിറ്റീവ് ഒരു വൈബും ഉണ്ട് കേട്ടോ. പിന്നെ വെജിറ്റബിൾസൊക്കെ ഇതുപോലത്തെ സ്റ്റോറേജ് ബോക്സസിലാണ് എടുത്ത് വയ്ക്കുന്നത്. മല്ലിയില എല്ലാം തന്നെ ഇതുപോലെ നമ്മൾ ടിഷ്യൂ അടിയിൽ ഇട്ടതിന് ശേഷമാണ് മല്ലിയില കറിവേപ്പിലയൊക്കെ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസ് വയ്ക്കുന്ന ബോക്സിൽ നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പേഴ്സ് ആയാലും കുഴപ്പമില്ല ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ആ ഒരു വെള്ളമൊക്കെ ഉള്ളതൊക്കെ ഒന്ന് അത് അബ്സോർവ് ചെയ്തെടുക്കുകയും ചെയ്യും. ഒരുപാട് നാളെ കേടുകൂടാതെ ഇരിക്കാനായിട്ടും സാധിക്കും കേട്ടോ. ഫ്രിഡ്ജിനകത്ത് നമ്മൾ വെജിറ്റബിൾസൊക്കെ വെക്കുമ്പം തന്നെ നമ്മൾ പെട്ടെന്ന് അഴുകി പോകാതെയും അങ്ങനെയൊക്കെ കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ ഇതുപോലത്തെ നമ്മൾ സ്റ്റോറേജ് ബോക്സസിലാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കുക കേട്ടോ ഇതുപോലെ ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ. പിന്നെ നിലക്കടല ഇതുപോലത്തെ പരിപ്പ് ഐറ്റംസ് അതൊക്കെ നമ്മൾ ഇതുപോലത്തെ ബോട്ടിലൊക്കെയാണ് ഇട്ട് വെക്കുന്നത്. പോർക്ക് പാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഒരു ട്രെയിൽ മാറ്റി വെക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇതുപോലത്തെ കുഞ്ഞു ഇതുപോലത്തെ ബാസ്ക്കറ്റിലൊക്കെയാണ് ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. നമ്മൾ അടിയിലൊരു ന്യൂസ് പേപ്പേഴ്സ് ഇട്ട് ബാസ്ക്കറ്റിൽ വയ്ക്കുവാണെങ്കിൽ തന്നെ ഫ്രൂട്ട്സൊക്കെ കുറച്ച് നാൾ കൂടുതലിരിക്കും. പുറത്താണെങ്കിൽ പോലും പെട്ടെന്ന് കേട് ആകാതെ ഇരിക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ ട്രെയിൽ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പാക്കറ്റിലൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒരു ബാസ്ക്കറ്റിലാക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ എടുത്ത് ഞാൻ ബോട്ടിൽസും കാര്യങ്ങളെല്ലാം തന്നെ കബോർഡിനുള്ളിലായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. കബോർഡിനുള്ളിൽ ഈ വലിക്കുന്ന ഈ ഒരു റാക്കിലാണ് നമ്മൾ സോപ്പ് ഐറ്റംസ്, നമ്മൾ സർഫ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം തന്നെ കംഫർട്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇല്ലേ, അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ആ ഒരു റാക്കിലാണ് വയ്ക്കുന്നത്. പിന്നെ നമ്മുടെ കബോർഡിനുള്ളിൽ ഒരു ഇതിനകത്ത് നമ്മൾ കബോർഡിൽ വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ പാക്കറ്റ്സിൽ വാങ്ങിക്കുന്ന സാധനങ്ങൾ നമ്മൾ പൊട്ടിക്കാത്ത ഐറ്റംസൊക്കെ കാണുമല്ലോ, അപ്പോൾ സ്നാക്സ് ഐറ്റംസ് അതൊക്കെയാണ് ആ ഒരു കബോർഡിൽ വയ്ക്കുന്നത്. പിന്നെ ഒരു ബാസ്ക്കറ്റിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഐറ്റംസൊക്കെ വയ്ക്കുന്നുണ്ട്. പിന്നെ ഡിന്നിലായിട്ടൊക്കെ നമ്മൾ പൊടിച്ച മാവും അരിമാവും അങ്ങനത്തെ അരിപ്പൊടിയൊക്കെയാണ് അതിൽ വെച്ചിട്ടുള്ളത്. ഈ ഒരു റാക്കിലായിട്ട് ചെയ്യുന്നത് നമ്മൾ സവാള, ചെറിയ ഉള്ളി അതൊക്കെയാണ്. പിന്നെ ഈ ഒരു ബോട്ടിൽസ് എല്ലാം തന്നെ കടല, പരിപ്പ് അങ്ങനത്തതൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു കബോർഡിനകത്ത് വെച്ചേക്കുന്നതാണ് പച്ചരി, നമ്മൾ ചോറ് വെക്കേണ്ട അരി, പഞ്ചസാര അങ്ങനത്തെ ബൾക്കായിട്ട് മേടിക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ വലിയ വലിയ ബക്കറ്റുകളിലും ഇതുപോലത്തെ ടിന്നുകളിലൊക്കെ ആക്കിയാണ് വച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കബോർഡ്സിനുള്ളിലൊക്കെ വച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്റ്റൗവിന് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ ഉപ്പ്, പുളി, മുളക് പൊടി, ഓയിൽ ഇതെല്ലാം തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റാൻഡിൽ നമ്മൾ വയ്ക്കുന്നുണ്ട്. അത് നമ്മുടെ കിച്ചണിൽ നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു ഭാരം നമുക്ക് കുറച്ച് സിമ്പിളാക്കി തരും കേട്ടോ. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ തൊട്ടടുത്ത് നമ്മൾ സ്റ്റോറേജ് സ്പേസ് അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചൺ കുക്കിംഗ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് സിമ്പിളായിരിക്കും കാര്യങ്ങളൊക്കെ. പിന്നെ കുഞ്ഞു ബോട്ടിൽസ് എല്ലാം തന്നെ ഇങ്ങനത്തെ ഒരു റാക്കിലാണ്, സ്റ്റോറേജ് റാക്കിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് ആരായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റാ.